നമ്മൾ കർക്കിടക മാസത്തിൽ പഞ്ഞമാസം എന്നാണ് പറയുക. അപ്പം നമ്മൾ പ്രത്യേകിച്ച് സുഖചികിത്സ ചെയ്യണ കാലമാണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണ തേച്ചുകൂളി, അതുപോലെ ഔഷധക്കഞ്ഞി അതൊക്കെ സേവിക്കണ കാലമാണ്. അപ്പം നമ്മൾ സ്പെഷ്യലായിട്ടുള്ള എണ്ണയാണ് നമ്മളിന്ന് കാച്ചണത്. ചേർക്കണ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തലയിലെ താരനും ചൊറിച്ചലും മുടി കൊഴിച്ചിലും ഒക്കെ മാറാനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിൽ ചേർത്തുള്ളത്. അതായത് ഉലുവ, അതുപോലെ ആവണക്കെണ്ണ, അത് മുടി നല്ലോണം വളരുന്നതാണ്. അതുപോലെ വേപ്പിൻ്റെ ഇല നരയ്ക്കാതിരിക്കാനും നല്ല മുടിക്ക് കരുത്ത് കിട്ടാനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ പനിക്കൂർക്കയുടെ ഇല, തുളസിയുടെ ഇല, അതുകൊണ്ട് എല്ലാം കൂടിയിട്ടാണ് എണ്ണ കാച്ചുന്നത്. ഇനി നമുക്ക് വീഡിയോയ്ക്ക് പോകാം. വെളിച്ചെണ്ണ കാച്ചുന്നതിന് വേണ്ടി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് എടുക്കണം. അത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ വേണം എടുക്കാനായിട്ട്. അത് 1 ലിറ്റർ. പിന്നെ ആവണക്കെണ്ണ, പിന്നെ വേണ്ടത് നമുക്ക് വേപ്പില വേണം. അതിൻ്റെ ഇല ഉതിർത്തിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. അത് നമ്മൾ കറിവേപ്പില വീട്ടിൽ തന്നെ കറിവേപ്പിലയാണ് അത്. പിന്നെ 3/4 കപ്പ് ഉലുവ, പിന്നെ 1/2 കപ്പ് കരിഞ്ചീരകം, പിന്നെ ചുവന്നുള്ളി ഒരു 1/2 കപ്പോളം അരിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവും. പിന്നെ കറ്റാർവാഴയുടെ ജെല്ല്, അത് നമ്മൾ വീട്ടിൽ തന്നെയാണ്. അത് നമ്മൾ തണ്ടോടുകൂടി മുറിച്ച് കഴുകി നമ്മളൊരു 1/2 മണിക്കൂർ ഇങ്ങനെ ചാരി വയ്ക്കണം. എന്നാൽ അതിൻ്റെ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകം വരും. അത് പോയതിന് ശേഷം വേണം നമ്മൾ അതിൻ്റെ ജെല്ലെടുക്കണം. ജെല്ലെടുത്തിട്ട് നമ്മൾ മിക്സിയിൽ നല്ലോണം അരച്ച് പേസ്റ്റ് പോലെ ഇട്ട് എടുക്കണം. പിന്നെയുള്ളത് പനിക്കൂർക്കയുടെ ഇല. പനിക്കൂർക്കയുടെ ഇല നീർപ്പിടുത്തത്തിനൊക്കെ നല്ലതാണ്. നീരുവീഴ്ചയൊക്കെ വരാണ്ടിരിക്കാനും ഒക്കെ നല്ലതാണ്. അത് വീട്ടിലുള്ളത് തന്നെയാണ് പനിക്കൂർക്കയുടെ ഇല. അത് നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെയുള്ളത് നമ്മൾ കൃഷ്ണ തുളസിയുടെ ഇലയാണ്. അത് നമ്മളിങ്ങനെ ഇല ഒറ്റ തിരിച്ചെടുക്കണം. ഇനി നമ്മൾ അടുപ്പിലാണ് എണ്ണ കാച്ചേണ്ടത്. അതിന് വേണ്ടിയിട്ട് തീ കത്തിക്കാം. അപ്പോൾ എണ്ണ കാച്ചേണ്ടതൊക്കെ നല്ല അടുപ്പിൽ വെച്ച് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടി വെച്ചാൽ നല്ലതാണ്. അത് ചൂട് കട്ടിയുള്ളൊരു ചീഞ്ചട്ടിയാണ് ഞാൻ എടുത്തുള്ളത്. പിന്നെ ഈ എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വലിയൊരു പാത്രം വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ എണ്ണ ഈ കറ്റാർവാഴയുടെ ജെല്ല് ചേർക്കുമ്പോൾ പെട്ടെന്ന് തിളച്ച് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ചീഞ്ചട്ടി വെച്ച് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം, ചീഞ്ചട്ടി ചൂടായതിന് ശേഷം വേണം നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആട്ടി വെച്ച വെളിച്ചെണ്ണയാണ് അത് 1 ലിറ്റർ ചേർക്കുന്നുണ്ട്. അല്ല, ചീഞ്ചട്ടിയൊക്കെ നല്ലോണം ചൂടായി. അപ്പോൾ അതിന് ശേഷമാണ് വെളിച്ചെണ്ണ ചേർക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ആവണക്കെണ്ണ. പിന്നെ 100 ml ആവണക്കെണ്ണ. അത് പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടണതാണ്. അതൊന്ന് ചൂടായിട്ട് വരണം. ഈ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും നമ്മളൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ കയ്യിലുകൊണ്ട് തന്നെ ഇളക്കി കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി വരും. എന്നിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. കയ്യിലൊക്കെ നല്ലോണം തുടച്ച് ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള കയ്യിൽ വേണം ഉപയോഗിക്കാനായിട്ട്. ഇതാണ് കറ്റാർവാഴയുടെ ജെല്ല്. അത് ചേർക്കണം. അത് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ കണ്ടങ്ങനെ പതഞ്ഞ് വരും. അപ്പം നമ്മൾ നല്ലോണം അങ്ങനെ ഇളക്കി നിൽക്കണം. വലിയ പാത്രം അല്ലെങ്കിൽ ഇതിങ്ങനെ പതഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ തീ ചുരുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പതഞ്ഞ് പോവും. ഇതിപ്പോൾ ഇങ്ങനെ പതഞ്ഞ് നിന്നിട്ട് വേണം ഈ കറ്റാർവാഴത്തെ ജലാംശമൊക്കെ പോയതിന് ശേഷമാണ് എണ്ണ ഇങ്ങനെ മുറുകി വരാം. ഇതിപ്പോൾ അതൊന്ന് കുറഞ്ഞതിന് ശേഷം ഓരോ ഇൻഗ്രീഡിയൻ്റായിട്ട് ചേർക്കാനാണ്. വെള്ളമൊക്കെ ഒന്ന് പതഞ്ഞ് വന്നതൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ചേർക്കാമെന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഈ ഉലുവ പെട്ടെന്ന് മൂത്ത് കഴിഞ്ഞാൽ എണ്ണയുടെ പാകം തരും. ഇതിപ്പോൾ ഉലുവ ചേർക്കണം. ഉലുവ ചേർത്താലും ചെറുതായിട്ട് ഇങ്ങനെ പതച്ച് വരും. നമ്മളിങ്ങനെ ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കണം. അല്ലെങ്കിൽ അത് ഒരേ സ്ഥലത്ത് തീ കൊള്ളണ കാരണം അത് പെട്ടെന്ന് കരിയും. അപ്പോൾ നമ്മളത് ഇളക്കി നിൽക്കണം. പിന്നെ ചേർക്കേണ്ടത് കരിഞ്ചീരകം. അതും നമ്മൾ ഇളക്കി നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ ചുവന്നുള്ളി എണ്ണയിൽ ചേർക്കുന്നത്. ചുവന്നുള്ളിയുടെ നീര് ചെന്ന് കഴിഞ്ഞാൽ താരൻ, അതുപോലെ തലമുടിയുടെ കടയ്ക്കുള്ള കടി ഇതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി നോക്കണം, ഉലുവ മൂത്തുണ്ടോ ഇല്ലേന്ന് നോക്കണം. ചുവന്നുള്ളി ഏകദേശം പാകമായിട്ട് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഒറ്റ തിരിച്ചതിടാം. തീരെ ജലാംശം പാടില്ല. നമ്മൾ നേരത്തെ തന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കണം. വേപ്പിൻ്റെ ഇല അതുപോലെ എല്ലാതും. ഒരു പിടിയാണ് ഞാൻ ചേർത്തത്.
അതുപോലെ ഇപ്പോൾ കറ്റാർവാഴ വേണമെങ്കിൽ ഒഴിവാക്കാൻ ഓപ്ഷനിലാണ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. പിന്നെ ഇപ്പോൾ പനിക്കൂർക്കയില ഞാൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെയാണ് ചേർത്തത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല എണ്ണയായിട്ട് തന്നെ കിട്ടും. ഇത് തുളസിയുടെ ഇല നല്ലതാണ്, നീർപ്പിടുത്തം വരാണ്ടിരിക്കാനും ഒക്കെ നല്ലതാണ്. വേപ്പിൻ്റെ ഇല, പനിക്കൂർക്കയുടെ ഇല, പിന്നെ നമ്മുടെ തുളസിയുടെ ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത് ഇങ്ങനത്തെ ഒരു പാകമായിട്ടുണ്ട്. കണ്ട, ഇതിങ്ങനെ നല്ല പതകളൊക്കെ അതിലത്തെ ജലാംശമൊക്കെ വറ്റി കഴിയുമ്പോഴാണ് നമ്മുടെ എണ്ണ പാകമാവുക. ഒരു അരമണിക്കൂറിൻ്റെ മേലെ ആയിട്ട് ഞാനിതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കാച്ചണു. അപ്പോൾ ഒരു കഷ്ടി 3/4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ എണ്ണ പാകമാവും. കറക്റ്റ് സമയം നോക്കിയില്ല, എന്നാലും ഒരു 45-50 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ എണ്ണ പാകമാവും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വലിയ പാത്രത്തിൽ, അതായത് ഉരുളിയിൽ വെച്ച ഏറ്റവും ബെസ്റ്റ്, നല്ല ചുവട് കെട്ടിയുള്ള വലിയ പാത്രത്തിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പതച്ച് പൊന്തി നിൽക്കും. തീ അധികം വേണ്ടതിലേക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ എണ്ണ കാച്ചാൻ ശ്രദ്ധിക്കുക. അങ്ങനെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഈ എണ്ണ കാച്ചേണ്ടത് ഒരു കൊല്ലത്തേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇതാണെന്ന് വെച്ചാൽ മുടി കറക്കാനും നര വരാതിരിക്കാനും അതുപോലെ തന്നെ നല്ല ഇടതോർന്ന് മുടി വരാനും വേണ്ടിയുള്ള എണ്ണയാണിത്. 5-20 മിനിറ്റോളം നമ്മളിങ്ങനെ അടുപ്പത്ത് കിടന്ന് ഞാൻ എല്ലാം ഉൾട്ടാനും കൈയെടുക്കാണ്ട് ഇളക്കി നിന്നിരുന്നു. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ കണ്ടില്ലേ, കളറൊക്കെ മാറി മുരിയാന്ന് പറയും, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം എണ്ണ പാകമായി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ പതകളൊക്കെ ഒന്ന് വറ്റണം. പിന്നെ നമ്മുടെ ഉലുവ നോക്കിയാലും അറിയാം, ഉലുവയുടെ കളറ് മാറിയിട്ടുണ്ടാവും. അതൊക്കെയാണ് അതിൻ്റെ ഒരു പാകം. കണ്ട, ഉലുവയും കരിഞ്ചീരകവും ഒക്കെ നിറം മാറിയിട്ടുണ്ട്. ഉലുവേരെ കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാം. പിന്നെ ചുവന്നുള്ളി ചേർത്തുള്ള കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏകദേശം പാകമായി ഉണ്ടാവുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ പതകളുണ്ട്, അതും കൂടി ഒന്ന് വറ്റുമ്പോഴാണ് ഈ എണ്ണയിലത്തെ ഫുള്ള് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോയിട്ടുണ്ടാവുക. അപ്പോഴും നമുക്ക് എണ്ണ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുക. അപ്പം നമ്മൾ ഇന്നലെ എണ്ണ കാച്ചാൻ വെച്ചത് ചൂടാറിയതിന് ശേഷം ഇപ്പം ഞാൻ ഈ കുപ്പിക്ക് പകർത്തിയിടത്. അപ്പോൾ ചില്ലുകുപ്പി വേണം എടുക്കാനായിട്ട്, ചില്ലുകുപ്പിയിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഇതിൽ നമ്മളിപ്പോൾ ഉലുവ ചേർത്തിട്ടുണ്ട്, കരിഞ്ചീരകം, തുളസിയുടെ ഇല, പനിക്കൂർക്കയുടെ ഇല, കറിവേപ്പില, പിന്നെ ആവണക്കെണ്ണ, അതിൽ കോക്കനട്ട് ഓയിലാണ് ഇത് നമ്മൾ ചെയ്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കളറാണിത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചെമ്പരത്തി മൈലാഞ്ചിയൊക്കെ ഓക്കെയാണ്, അത് ചേർത്താൻ പറ്റും. ഇതെല്ലാം തലമുടിക്ക് വളരെയധികം എഫക്റ്റീവായ ഇൻഗ്രീഡിയൻസാണ്. പനിക്കൂർക്ക ചേർക്കുന്നത് നമ്മൾ നീരിറക്കം വരാണ്ടിരിക്കാനാണ് പനിക്കൂർക്ക ചേർക്കുന്നത്. തുളസിയുടെ ഇല നമുക്കറിയാലോ, താരനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഇതിൽ കറ്റാർവാഴയുടെ ജെല്ലും ചേർത്തുണ്ട്. കരിഞ്ചീരകം നല്ല ബലം കിട്ടാനും കറുപ്പ് കിട്ടാനും ഒക്കെ നല്ലതാണ്. അകാലനരി ഉണ്ടാവില്ല, അതുപോലെ മുടി കൊഴിച്ചിൽ കുറയും, നല്ല ശക്തിയിൽ മുടി തഴച്ച് വളരും ചെയ്യും. അതിനുള്ള എണ്ണയാണ്. നമ്മൾ ഡെയിലി എല്ലാ ദിവസവും കാലത്ത് എണ്ണ തേച്ച് കുളിക്കാൻ ശ്രദ്ധിക്കുക. ഇത് കർക്കിടക മാസത്തിൽ ചെയ്താലും എല്ലാ സമയത്തും തേക്കാൻ പറ്റിയ എണ്ണയാണ്. കർക്കിടക മാസം ഞാൻ ഫോക്കസ് ചെയ്ത് സീരീസിൽ പറഞ്ഞു എന്നുള്ള മുടി വളർച്ചയ്ക്കും കൊഴിയാതിരിക്കാനുള്ള നല്ലൊരു എണ്ണയാണിത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.